എനിക്ക് LLB പഠിക്കാൻ പോകണം, അല്ലാണ്ട് പെണ്ണുങ്ങളെ പുറകെ പോയിട്ടുള്ള സംഭവമല്ല. പല പല പ്രലോഭനത്തിൽ പെടുത്താൻ നോക്കുന്നുണ്ട്. റിയ എന്ന് പറയുന്ന പെൺകുട്ടി പ്രലോഭനത്തിൽ ഞാൻ വീകില്ല. റിയ തന്നെ ഭീഷണിപ്പെടുത്തുവാണോ? കൂടെ അഭിനയിച്ചില്ലെങ്കിൽ ചത്തുകളയും. അല്ല, അവളെ കൂടെ മാത്രം അഭിനയിക്കാൻ പാടുള്ളൂ, അഭിനയിച്ചില്ലെങ്കിൽ ചത്തുകളയും. വേറെ ആളുടെ കൂടെ അഭിനയിച്ച ചത്തുകളയും ഒരിക്കലും ഒരു ശാരീരികമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു എന്റെ ചോരയിൽ ഒരു കൊച്ച് അവളുടെ ശരീരത്തിൽ വളരാനുള്ള സംഭവം ഞങ്ങൾ ഇതുവരെ സെക്സ്വലായിട്ടുള്ള റിലേഷൻ ഉണ്ടായിട്ടില്ല. റിയനെ പറ്റി പറഞ്ഞല്ലോ, റിയ നമ്മളെ പറ്റി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. വേറൊരു പെൺകുട്ടിയെ പിടിക്കുക തൊടുക ചെയ്യരുത് എന്നാണ് റിയ തന്നോട് പറയുന്നത്. റിയ പറയും അവർക്ക് എന്തോരം ബോയ് ഫ്രണ്ട്സ് ആയിട്ട് അടുപ്പമുണ്ട്, നമ്മൾ അതൊക്കെ ചോദിക്കാനായിട്ട് പോയിട്ടില്ല. അപ്പൊ നമസ്കാരം. അലൻ ജോസ് പെരേര റിട്ടേൺസ്, AJP റിട്ടേൺസ്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ വെബ് സീരീസ് അലിയേട്ടന്റെ പെണ്ണ് ആൻസി, അതിന്റെ ആദ്യത്തെ എപ്പിസോഡില് ഈ കണ്ട അലൻ ജോസിനല്ല അതിനകത്ത് കണ്ടത്. കാരണം അതിനു മുമ്പൊക്കെ തല തെറിച്ചവൻ 1 2 3 4 എന്നൊക്കെ പറഞ്ഞ് അലൻ ജോസിന്റെ മൊത്തം കോമാളിത്തരായിരുന്നു. പക്ഷേ ഈ ഒരു വെബ് സീരീസിനകത്ത് ഇയാൾ ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു താൻ ഒരുപാട് അതിനുവേണ്ടി അധ്വാനിച്ചിട്ടുണ്ടാവും. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന മിക്കവാറും ഡയറക്ടർ ആയിരിക്കും. അല്ലാതെ താൻ അങ്ങനെ പെട്ടെന്ന് അഭിനയിക്കുന്ന ഒരാൾ എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ താൻ മെച്ചപ്പെടുന്നുണ്ട്. അതായത് ഇവര് നല്ല ഒരാള്, എല്ലാവിധ ഓരോ ചേരുവകൾ എനിക്ക് ഉണ്ടെന്നല്ല, പഠിച്ചു വരുന്നു. നല്ല ഒരാള്, നല്ലൊരു ഡയറക്ടർ ഉണ്ടെങ്കിൽ ഇവനെ കുറച്ച് കഷ്ടപ്പെടുത്തിയൊക്കെ സാധനം ചെയ്യാൻ പറ്റും. കുറച്ച് അധ്വാനമുള്ള പരിപാടിയാണ്. അത് മെച്ചപ്പെട്ടാൽ ഞാൻ തന്നോട് മുമ്പ് പറഞ്ഞ പോലെ ഈ കുറ്റപ്പെടുത്തലും ഞാനടക്കമുള്ള ആളുകൾ, തനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് ഞാനടക്കമുള്ള ആളുകൾക്ക് ആ ഒരു തീ തൻ്റെ ഉള്ളിൽ കത്തിക്കൊണ്ട് എനിക്കും എന്നെ പോലുള്ള ആളുകൾക്ക് മറുപടി നൽകാൻ വേണ്ടിയിട്ട് ഇയാൾ അഭിനയം മെച്ചപ്പെടുത്തുന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ഒരു തീ എനിക്ക് ആ എപ്പിസോഡിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോഴും അതിനകത്ത് അലൻ ജോസ് ഭയങ്കരമായിട്ട് അഭിനയിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. ഇതീ മുമ്പ് കണ്ടു കഴിഞ്ഞതിൽ മെച്ചപ്പെട്ട രീതിയിൽ താൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ എന്താ പുതിയ വിശേഷം? പുതിയ വിശേഷം അലിയേട്ടന്റെ പെണ്ണ് ആൻസിയാണ്. എപ്പിസോഡ് 1 അഭിനയിച്ചു. അപ്പൊ 2ലും 3ലൊക്കെ ചെറിയ ചെറിയ ഒരു റോൾസ് ആയിട്ടുണ്ട്. 2ലും 3ലൊക്കെ അലിയേട്ടന്റെ 2ല് നമ്മുടെ ആറാട്ടണ്ണൻ സന്തോഷ് വർക്കിയാണ് ഹീറോ. ആറാട്ടം വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ബ്ലഡി നൈറ്റ് നേര് ഇറങ്ങുന്നുണ്ട്. ബ്ലഡി നൈറ്റ് എന്നാ ഇറങ്ങുന്നത്? പിന്നെ നായിക പിണങ്ങി പോയിട്ടുണ്ട്, ഓരോ കാരണങ്ങളും പറഞ്ഞ് റിയ എന്ന് പറഞ്ഞ നായിക തന്റെ കാമുകിയാണെന്ന് നമ്മളെ വിവാഹം കഴിക്കണമെന്നൊക്കെ പറയണം. ആള് ഇപ്പൊ പോയിട്ടുണ്ട് അല്ലെ? പുതിയ രൂപത്തിലേക്കാണല്ലോ, മുടിയൊക്കെ എടുത്ത് സുന്ദരനായിരിക്കുന്നു. സെറ്റ് ആയിട്ടല്ല, പുതിയ പുതിയ ഗേൾഫ്രണ്ട്സ് ഒക്കെ സെറ്റ് ആവുന്നുണ്ട്. അല്ല, കുറച്ചു മുമ്പ് ഞാൻ ഇയാൾ ഇരിക്കുമ്പോ ഒരു പെൺകുട്ടി ഓടി വന്നുകൊണ്ട് അലൻ ജോസിന്റെ അടുത്ത് വന്നുകൊണ്ട്, ചേട്ടാ ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട്, പിന്നെ എല്ലാ വീഡിയോസും ഞാൻ നോക്കി ഇരുന്ന് കാണാറുണ്ട്, തലതെറിച്ചവന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഇരുന്ന് കണ്ടിട്ട് ചേട്ടാ, ഭയങ്കര ആകാംക്ഷയോടെ ഒരു പെൺകുട്ടി UK വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. UK പുള്ളിക്കാരത്തി വർക്ക് ചെയ്യുന്നത്, നേഴ്സാ. ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര എന്തുവാ അലൻ ജോസിനെ ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറീസ് ഓഫ് ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നൊക്കെ മനസ്സിലായി. അത് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വല്ല പെൺകുട്ടികളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് പറയാൻ പറ്റും. എനിക്ക് തന്നെ ദോഷമായി പോണ കാര്യമാണോ വരാൻ പോകുന്നത്. കാരണം ഇപ്പോ റിയനെ പറ്റി പറഞ്ഞല്ലോ, റിയ നമ്മളെ പറ്റി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇപ്പോ റിയനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ റിയ നമ്മളെ പല പല സിനിമയിൽ അഭിനയിക്കാനായിട്ട് റിയയുടെ സമ്മതം മേടിക്കേണ്ട ആവശ്യമില്ല. റിയക്ക് ഇഷ്ടമുള്ളപ്പോ എനിക്ക് ഗൂഗിൾ പേയിലേക്ക് ഇപ്പോ ആര് പൈസ തന്നാലും നമ്മൾ സ്വീകരിക്കും. അപ്പൊ പൈസ കയ്യിൽ തന്നാലും ഞാൻ മേടിക്കും. റിയ പൈസ അയച്ചു തന്നോ? റിയ പൈസയൊക്കെ തരുന്നുണ്ട്. എന്താണെന്ന് അറിയാൻ പാടില്ല. എന്തിനാ അറിയാൻ പാടില്ല. അപ്പോൾ ഗൂഗിൾ പേ വന്നാൽ നമ്മള് മറ്റേ കടം മേടിച്ചാന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒരാള് കാശ് വെറുതെ തരുമ്പോ മേടിക്കും. അത് എന്റെ ഗൂഗിൾ പേ ഇട്ടോ ചോദിച്ചോ തിരിച്ചയച്ചു കൊടുക്കണം. ഇപ്പൊ അവൾക്ക് മറ്റേ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാനാ ഇഷ്ടം ഓക്കെ ആക്കി ഒരു കൂട്ടുകാരി എന്ന നിലയിൽ മനസ്സിലായ മേടിച്ചു. അപ്പൊ ഇനിയും അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം നമ്മുടെ പല പല ഷോർട്ട് ഫിലിംസിൽ നമ്മൾ ഇനിയും അഭിനയിക്കേണ്ടതാണ്. അവളായിട്ട് ഒരു വെബ് സീരീസ് അഭിനയിച്ചപ്പോൾ തന്നെ നമുക്ക് പല പല സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്താണ് സാക്രിഫൈസ്? സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ അഭിനയത്തിൽ തന്നെ എത്ര
തുടക്കമല്ലേ, അപ്പൊ അതിന്റെ ആയിട്ടുള്ള ഒരു പക്വതക്കുറവുണ്ട് ആയിരിക്കും. റിയക്ക്. അപ്പൊ ഇനിയുള്ള ഇതിന്റെ 2-3 ഭാഗത്തിലൊക്കെ കെട്ടിപ്പിടിച്ചൊക്കെ അഭിനയിക്കരുത് എന്നൊക്കെ വേറെ പെൺകുട്ടികൾ അവളത്തോട് തന്നെ അഭിനയിക്കണമെന്നൊക്കെ പറഞ്ഞ തെറ്റല്ലേ അത് പറഞ്ഞ അവള് പറയണത്. ഞാൻ എന്ന് പറയുന്ന ആള് നടനായിട്ട് അതായത് താൻ വേറൊരു പെൺകുട്ടിയെ പിടിക്കുകയോ തൊടുകയോ ചെയ്യരുത് എന്നാണ് റിയ തന്നോട് പറയുന്നത്. റിയ പറയും അവർക്ക് എന്തോരം ബോയ് ഫ്രണ്ട്സ് ആയിട്ട് അടുപ്പമുണ്ട്, നമ്മൾ അതൊക്കെ ചോദിക്കാനായിട്ട് പോയിട്ടില്ല. അപ്പൊ റിയയുടെ നമ്പർ ഇൻസ്റ്റാഗ്രാമിൽ റിയനെ കൊടുത്തിട്ടുണ്ട്. അവരെ കുറെ പേര് വിളിക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ പൊസസീവ്നെസ് ആണോ റിയക്ക്? നമ്മൾ അവളെ കല്യാണം കഴിച്ചിട്ടില്ല, അവളെന്ന് പറയാൻ പറ്റില്ല, ചേച്ചി എന്ന് പറയാൻ പറ്റും. എന്നെക്കാളും പ്രായമുണ്ട്, 10-15 വയസ്സ് മൂത്തതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു നടിയാകാൻ ശ്രമിക്കുന്ന നടി എന്ന് തന്നെ പറയാം. അപ്പൊ അവർ ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് റീൽസിൽ അഭിനയിപ്പിച്ചു. റീൽസിൽ അഭിനയിച്ച ജീവിതമല്ലല്ലോ, നാച്ചുറൽ ആയിട്ട് ചെയ്തു. അതിനെ ഒരിക്കലും റിയൽ ലൈഫായിട്ട് ബന്ധമില്ലല്ലോ. ഇപ്പോ റിവ്യൂല് 1 വർഷമായിട്ട് ഞാൻ മുക്കറ ശ്വാസം ഇട്ട് വലിച്ചിട്ടും ഒരു പെൺകുട്ടി പോലും എന്റെ ലൈൻ അടിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ വന്ന പെൺകുട്ടി നമ്മളെ ലൈൻ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് പല ഇന്റർവ്യൂവിലും പറയുന്നുണ്ട്. ഞാനും തമാശക്ക് ഇഷ്ടമെന്നൊക്കെ പറയുന്നുണ്ട്. തമാശക്ക് പറയും ആൾക്കാര്, 6-8 ക്രഷ് എന്ന് പറയുന്ന പോലെ തന്നെ. അതാണ് തമാശക്കാണ് അതിലും പറയണം. പക്ഷെ റിയൽ ലൈഫിൽ ഞാൻ സീരിയസ് ആണ്. എനിക്ക് അംബീഷൻസ് ഉണ്ട്. എനിക്ക് LLB പഠിക്കാൻ പോകണം, അല്ലാണ്ട് പെണ്ണുങ്ങളെ പുറകെ പോയിട്ടുള്ള സംഭവമല്ല. പല പല പ്രലോഭനത്തിൽ പെടുത്താൻ നോക്കുന്നുണ്ട് റിയ എന്ന് പറയുന്ന പെൺകുട്ടി. പ്രലോഭനത്തിൽ ഞാൻ വീകില്ല. റിയ തന്നെ ഭീഷണിപ്പെടുത്തുവാണോ? കൂടെ അഭിനയിച്ചില്ലെങ്കിൽ ചത്തുകളയും. അല്ല, അവളെ കൂടെ മാത്രം അഭിനയിക്കാൻ പാടുള്ളൂ, അഭിനയിച്ചില്ലെങ്കിൽ ചത്തുകളയും. വേറെ ആളുടെ കൂടെ അഭിനയിച്ച ചത്തുകളയും. അങ്ങനെ പറയാനുള്ള കാരണം എന്ത്? തന്റെ ഗേൾഫ്രണ്ട് ആണോ? ഒരുമിച്ച് ചായ കുടിക്കാനൊക്കെ കറങ്ങാനൊക്കെ പോയിട്ടുണ്ടാവും ചിലപ്പോഴൊക്കെ. മറ്റേ ബ്രൈറ്റുമായിട്ടൊക്കെ ഒരുമിച്ച് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. മറ്റേ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴൊക്കെ കൈ പിടിച്ചൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ടും ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അതൊന്നും ഭാവിയിൽ ദോഷം ചെയ്യരുത്. കാരണം എന്റെ വീട്ടുകാരും പലരും പറയുന്നുണ്ട് അവരുടെ പറയാ പോകരുത് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമാകുന്നുമുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുള്ള ആ പെണ്ണ് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഞാൻ പറയാറുണ്ട്. പിന്നെ അവർക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ 2 ആഴ്ച റിയ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് തന്നെ ഇഷ്ടമാണ്, തനിക്ക് ആളെ ഇഷ്ടമല്ല. കൂട്ടുകാരി എന്ന നിലയിൽ ഇഷ്ടമാണ്. കൂട്ടുകാരി എന്ന നിലയിൽ തനിക്ക് റിയ ഇഷ്ടമാണ്. അല്ലാതെ റിയക്ക് തന്നോട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനോട് എനിക്ക് താല്പര്യമില്ല. അല്ല, ആൾക്ക് താല്പര്യമുണ്ടോ റിയക്ക്? താനത് നിരസിക്കുമ്പോഴാണോ റിയ ഇതുപോലുള്ള ഭീഷണി മുഴക്കുന്നത്? എന്നോട് പലതും പറയാറുണ്ട്. നമുക്ക് കല്യാണം കഴിക്കാം, ജീവിക്കണം, ഭാവി നോക്കണമെന്നൊക്കെ പറയാറുണ്ട്. വേറൊരു പെൺകുട്ടി പോയാലും വരില്ല, ഞാൻ മാത്രമേ വന്നുള്ളൂ, ബാക്കിയെല്ലാവരും പൊട്ടനെ പോലെ കാണുന്നത്, ഞാൻ നിന്നെ നല്ല രീതിയിലാണ് കാണുന്നത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ സ്വീകരിക്കില്ല. കാരണം എനിക്കൊരു ഫ്യൂച്ചർ ഉണ്ട്, അതൊരിക്കലും പെണ്ണിന്റെ പേരിൽ കളയാൻ പറ്റില്ല. എനിക്ക് ഇനിയും തുടക്ക സമയത്ത് തനിക്ക് റിയനോട് ഇഷ്ടമുണ്ടായിരുന്നോ? എന്താന്ന് വെച്ചാൽ ഞാൻ എടുത്ത വീഡിയോയ്ക്കകത്ത് നമ്മളൊരു സർക്കാസ്റ്റിക് എന്ന രീതിയിലാണ് തന്നെയും ആളെയും അവതരിപ്പിക്കുന്നത്. അപ്പൊ അന്ന് ഞാൻ തന്നോട് സീരിയസ് ആയിട്ടൊരു ചോദ്യം ചോദിച്ചായിരുന്നു. അതായത് ഭാവിയിൽ ഇയാൾ തന്റെ കാമുകിയായി വരുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോ താൻ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്ന് താൻ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. തനിക്ക് ഞാൻ ചോദിക്കുന്നതല്ല, അപ്പൊ തനിക്ക് തുടക്ക സമയത്ത് റിയയുടെ എന്തെങ്കിലും താല്പര്യമോ ഇഷ്ടമോ ഉണ്ടായിട്ടുണ്ടോ? കൂട്ടുകാരെ ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ പറയാറുണ്ട്. വേണ്ടി ഞാൻ അങ്ങനെ അഭിനയിക്കുകയാണ്. കൈ പിടിച്ചാണെങ്കിലും കെട്ടിപ്പിടിച്ചാണെങ്കിലും കിസ് അടിക്കുന്നതാണെങ്കിലും അത് അഭിനയിച്ചാണ്. സിനിമയിൽ നടന്മാര് ചെയ്യുന്ന പോലെ തന്നെ അത് അഭിനയിച്ചാണ്. താനൊരു പ്രൊമോഷണൽ സൃഷ്ടിയായിട്ട് ചെയ്തു എന്ന് നമുക്കറിയാം. അതവള് റിയൽ ലൈഫായിട്ട് ബന്ധിപ്പിടിക്കാൻ നോക്കിയ. അത് കഴിഞ്ഞ് റിയലി അതുപോലെ ജീവിക്കണമെന്നൊക്കെ പറഞ്ഞ് തിയേറ്ററിൽ പോയപ്പോഴും ഒരുമിച്ച് കൊണ്ടുപോയൊക്കെ പ്രൊമോഷൻ കൊടുത്തു ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ട്. എന്നും അങ്ങനെ ഒരുമിച്ച് നടക്കണം, ഒരുമിച്ച് പോകണം, യാത്ര ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ശരിയാവൂല. മനസ്സിലായോ? ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ട് നമ്മള് കൂട്ടം കൂടി പോകാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാനൊരു സെലിബ്രിറ്റി ആണ്, അപ്പൊ എന്നോട് നടക്കാൻ പറ്റില്ല. ഇത് അത്ര ചെറിയൊരു കാര്യമല്ല. ഞാൻ തന്നോട് പലപ്പോഴും ഒരു തമാശ സർക്കാസ്റ്റിക് രീതിയിൽ സംസാരിക്കുമ്പോഴും ഈ വീഡിയോയ്ക്കകത്ത് താൻ പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അതായത് താൻ തുടക്ക സമയത്ത് ഈ പറഞ്ഞ പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു, പക്ഷെ താൻ ഇപ്പോഴത് പറയുന്നു ഒരു ഫ്രണ്ട് എന്ന രീതിയിലുള്ള ഇഷ്ടം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പൊ പക്ഷെ അപ്പുറത്ത് ഒരിക്കലും
ഒരു സെക്ഷൽ ആയിട്ടുള്ള ലൈഫ് ഇത് ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല ആരുമായിട്ട്. പറഞ്ഞു തീരട്ടെ. ഇപ്പോ റിയക്ക് തന്നോട് കാര്യമായ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. കാരണം അലനേന് വേറൊരു പെൺകുട്ടിയുടെ കൂടെ പോകുന്നതോ വേറൊരു പെൺകുട്ടിയുമായി അഭിനയിക്കുന്നതോ അവരുമായി ഇന്റിമേറ്റ് സീനിൽ പോകുന്നതോ ഒന്നും റിയക്ക് ഇഷ്ടപ്പെടുന്നില്ല. റിയക്ക് അവിടെ ഒരു പൊസസീവ്നെസ് ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് റിയ തന്നെ ഇഷ്ടപ്പെടുന്നു, തനിക്ക് റിയനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വരുമ്പോ റിയ അവിടെ നിന്ന് ഭീഷണി ഉയർത്തുന്നു. താൻ കുറച്ചു മുമ്പ് പറഞ്ഞത് ഭീഷണി ഉയർത്തുന്നു, ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നു, ഇതുപോലെ പറഞ്ഞ് ഭീഷണിപ്പെടുന്നു. മാത്രമല്ല റിയ തനിക്ക് കാശും അയച്ചു തരുന്നു. ചെറിയൊരു എമൗണ്ട് 10-200 രൂപ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ അലനെ, ഞാനൊരു കാര്യം പറയട്ടെ, സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. താനും ഈ പറഞ്ഞ ആളുമായിട്ട് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ റിയക്ക് വേണമെങ്കിൽ നിയമപ്രകാരം മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരിക്കലും ഒരു ശാരീരികമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു എന്റെ ചോരയിൽ ഒരു കൊച്ച് അവളുടെ ശരീരത്തിൽ വളരാനുള്ള സംഭവം ഞങ്ങൾ ഇതുവരെ സെക്സ്വലായിട്ടുള്ള റിലേഷൻ ഉണ്ടായിട്ടില്ല, ഏർപ്പെടാത്തതുകൊണ്ട് ഇല്ല. പക്ഷെ കാണുമ്പോ കെട്ടിപ്പിടിക്കും. അപ്പുറത്തൊരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പോകുന്നുണ്ട് അല്ലേ? കാണുമ്പോ കെട്ടിപ്പിടിക്കാറുണ്ടോ? അപ്പുറത്തൊരു ടോക്സിക് റിലേഷൻ മുന്നോട്ട് പോകുന്നുണ്ട് റിയയുമായിട്ട്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അത് നീ താനും റിയയും തമ്മിൽ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. ഇതൊരു ഈ ഇന്റർവ്യൂവിൽ പറയേണ്ട കാര്യമാണോ എന്ന് പോലും എനിക്കറിയില്ല. പോട്ടെ, നമുക്ക് ആ വിഷയം വിടാം. ഇനിയിപ്പോ അടുത്ത എപ്പിസോഡ് എന്നാ ഇറങ്ങുന്നത്? അടുത്ത എപ്പിസോഡ് ഷൂട്ട് ചെയ്യണം. ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല. ഏത് ഇഷ്യൂല്? ഇപ്പൊ ആദ്യം മറ്റേ നമ്മുടെ പ്രൈറ്റുമായിട്ടൊക്കെ പുള്ളിക്ക് കുറച്ച് കൂട്ടായിരുന്നു. നമ്മുടെ ആയിട്ടായിരുന്നു ആദ്യം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാം, നല്ല രീതിയിൽ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് എന്റെ കൂടെ കൂട്ടുകൂടാനും പിന്നീട് എന്റെ കൂടെ എപ്പോഴും എന്നോട് നടക്കണം, ഫോൺ ചെയ്യണം, അങ്ങനെയുള്ള ഒരു രീതിയൊക്കെ വന്നപ്പോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് എല്ലാരും എന്നെ ഗേൾ ഫാൻസ് വിളിക്കാറുണ്ട്, പക്ഷെ ഇതുപോലുള്ള ഒരു ടോർച്ചറിങ് സംഭവിച്ചിട്ടില്ല ജീവിതത്തിൽ. ഈ ഒരു വിഷയത്തിൽ എനിക്കൊരു മറുപടി ഇല്ല, എനിക്കിതിനകത്തൊന്നും പറയാനില്ല. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തമ്മിൽ തീർക്കുക എന്നുള്ളൂ. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ 6 വരുന്നു അല്ലെ? അതേ കഥയുടെ കണ്ടിന്യൂഷൻ അല്ലേ ആദ്യത്തെ എപ്പിസോഡിന്റെ? അങ്ങനെ രണ്ടാമത്തെ എപ്പിസോഡിൽ ആദ്യത്തെ എപ്പിസോഡിനേക്കാൾ മികച്ചതായ രീതിയിൽ അലൻ അഭിനയിക്കുകയോ? ആദ്യത്തെ എപ്പിസോഡിനേക്കാൾ മികച്ച രീതിയിൽ രണ്ടാമത്തെ എപ്പിസോഡിൽ അഭിനയിക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം ഉണ്ടോ അലന്? ചെറിയ അത്രയും അഭിനയ പ്രാധാന്യം ഇല്ല അതില്, കുറച്ചുണ്ട്. എന്നാലും വലിയായിട്ടുള്ള ഡയലോഗ്സ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ചെറിയൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. അഭിനയ പ്രാധാന്യം കൂടുതലുള്ളത്, അഭിനയ പ്രാധാന്യം ഉള്ളത് ആറാട്ടെണ്ണ സന്തോഷം അറിയിക്കുക. അപ്പൊ ആറാട്ടെണ്ണന് രണ്ടാമത്തെ എപ്പിസോഡിന് തകർത്ത് അഭിനയിക്കണം അല്ലെ? ക്യാരക്ടറുകളാണ് പുള്ളി ചെയ്യുന്നത്. പുള്ളിക്ക് 3 നായികമാരുണ്ട്, ഒന്നല്ല 3 നായികമാരുണ്ട്. എന്തായാലും എനിക്ക് ഞാൻ പുതിയതായിട്ട് കുറെ സിനിമകൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പൊ റിയയുടെ പുറകെ നടക്കാൻ പറ്റത്തില്ല എപ്പോഴും. എനിക്ക് കിട്ടി വേറൊരു സിനിമ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത. പിന്നെ പൈസയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ആര് വേണോന്ന് ചോദിച്ചാൽ പൈസ ആര് വേണോന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടെന്ന് പറയില്ല. ഓളെ റിയ ചോദിക്കുമ്പോ ഇട്ടോ എന്നൊക്കെ പറയണത് എപ്പോഴും ഞാൻ സ്വീകരിക്കാൻ പോകില്ല. ഇനിയിപ്പോ വല്ല ഗൂഗിൾ പേല മറ്റേ ഹാക്ക് ചെയ്ത് വെക്കണം പൈസ ഇടാണ്ടിരിക്കാൻ. എനിക്കിപ്പോ തിരിച്ചയക്കാനുള്ള വരുമാനമായിട്ടില്ല. കിട്ടണല്ലേ? കിട്ടണ്ടേ? കിട്ടുന്ന ചെലവായി പോണേന്ന്. അപ്പൊ ഇന്നിപ്പോ കിട്ടിയ കൊണ്ട് മുടിവെട്ടാനൊക്കെ പറ്റും. എടാ ആള് നാളെ വഞ്ചന കേസൊക്കെ പറഞ്ഞുകൊണ്ട് പോകും, കാശ് മേടിച്ച് തിരിച്ചു തന്നില്ല എന്നൊക്കെ. ഇങ്ങനെ 2000 മേടിച്ചിട്ടുള്ളൂ. എത്ര മേടിച്ചു? 2000 രൂപ മേടിച്ചിട്ടുള്ളൂ. അത്രല്ലേ ഉള്ളൂ? 2000 അല്ലേ? അപ്പൊ അങ്ങനെയാണ് കഥ. എന്തായാലും നിങ്ങളുടെ വെബ് സീരീസ് വലിയൊരു വിജയമായി മാറട്ടെ. എന്തായാലും നമ്മളോട് മെക്കിട്ട് കയറുന്ന ദേഷ്യപ്പെടുന്ന നായികമാരോട് നമുക്ക് താല്പര്യം, പുതുമുഖ നായികക്ക് അവസരം കൊടുത്തിട്ട് നമ്മളെ പണിപ്പെടുത്ത്. നമ്മളെ പെട്ടുപോയി. അപ്പൊ ആ പെട്ടുപോക്കല് നടക്കത്തില്ല. നമ്മളിനി വല്ല തമിളത്തിയോ ഹിന്ദിക്കാരെയോ ബംഗാളിയോ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കും. മലയാളീസ് ഉണ്ടെങ്കിലും കൂടിയും നീറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഓഡീഷൻ ചെയ്ത് മാത്രമേ ഇനി എന്തായാലും അലിയേട്ടന്റെ പെണ്ണാനസി തുടരുള്ളൂ. ഓഡീഷൻ ഉണ്ടാവും. ഒരുപാട് മറ്റേ സാധനങ്ങൾ വിറ്റുകൊണ്ട് മറ്റേ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത്
നടക്കണ കുറെ പെണ്ണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞതേ. ഇപ്പൊ രാജസ്ഥാനി അലിയേട്ടന്റെ പെണ്ണിന്റെ രാജസ്ഥാനിയായിട്ടുള്ള ആൾക്കാർ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എപ്പിസോഡ് 2 എന്തായാലും ഓൾബ്രൈറ്റ് എന്ന ഡയറക്ടർ ഗ്രൂമിങ്ങും ഓഡീഷനും ചെയ്ത് മാത്രമേ ഇനി എടുക്കുള്ളൂ. പെരേരയായിട്ട് പ്രേമിക്കാൻ വേണ്ടി ആരെയും ഒരിക്കലും ഷോർട്ട് ഫിലിം അഭിനയിക്കില്ല. മതി മതി മതി. അപ്പൊ എന്തായാലും നിങ്ങളെ ഈ ഒരു വെബ് സീരീസ് വലിയൊരു വിജയമായി മാറട്ടെ. ഇതിന്റെ പിന്നില് അതായത് ഈ ഒരു എനിക്ക് പറയാനുള്ള എനിക്ക് 23 വയസ്സേ ഉള്ളു. അപ്പൊ 23 വയസ്സിന്റെ നീ എന്തേലും പറഞ്ഞ ഞാൻ കുത്തിയിരിക്കട്ടെ. മറ്റേ പ്രാങ്ക് വീഡിയോ ഏതോ മണവാളൻ മേടിയ അസ്ഥാനിയായിട്ട് കൊള്ളാം. ഓക്കെ, നിർത്താം. അപ്പൊ എന്തായാലും നിങ്ങളെ ഈ വെബ് സീരീസിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അണിയറ പ്രവർത്തകരും എനിക്ക് എടുത്തു പറയേണ്ടത്, തന്നെ ഇത്രയും കഷ്ടപ്പെടുത്തിയിട്ട് അത് ആ ഡയറക്ടറിന് വേണ്ട ഒരു സാധനം ക്യാപ്ചർ ചെയ്ത് അത് എത്ര റീടേക്ക് വരെ പോയിട്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെ അഭിനയിപ്പിച്ച ഇതിന് പിന്നിൽ പ്രതി ആ സംവിധായകനാണ് അപ്രീഷിയേഷൻ ഉള്ളത്. ഓൾബ്രൈറ്റ് മീഡിയ, ഓൾബ്രൈറ്റ് എന്നാണ് പുള്ളിയുടെ പേര്. എനിക്ക് ഫുൾ നെയിം എന്താണെന്ന് അറിയില്ല. എന്തായാലും നന്ദി, നമസ്കാരം. നമസ്കാരം. ഓക്കെ.